പ്രൈസ് ലോർഡ്. തിരുവചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നതായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയുന്നത് ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: കേദാരിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ വന്നുകൂടും, നേബോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അവ പ്രസാദമുള്ള യാഗമായി എൻ്റെ പീഠത്തിങ്കൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. പ്രൈസ് ലോർഡ്. യെശയ്യാ പ്രവാചകൻ 60-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാനുള്ള സമയമായി. ഇനിയും എന്ത് ചെയ്യരുത്? ഒതുങ്ങിയിരിക്കാനുള്ള സമയം ഇല്ല. നമ്മുടെ സകല വിഷയങ്ങളുടെ നടുവിലും നമുക്കിനി മറഞ്ഞിരിക്കുവാൻ സമയമില്ല. അപ്പം ദൈവം ഇവിടെ പറയുകയാണ്, ക്ഷീണിച്ചിരിക്കുന്നവരോട്, ഭാരപ്പെടുന്നവർക്ക് നിങ്ങളിനിയും ഭാരപ്പെടേണ്ട, ഭാരപ്പെട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ എഴുന്നേൽക്കുവാൻ തയ്യാറാക്കണം. എഴുന്നേറ്റാൽ എന്ത് ചെയ്യുക? നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ പ്രശ്നങ്ങളുടെ നിമിത്തം ഒതുങ്ങിപ്പോയവർ, അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയവർ, ജീവിതത്തിന്റെ അവസ്ഥകളിൽ, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ കഷ്ടത അനുഭവിച്ച് ജീവിതത്തിൽ പലപ്പോഴും മടുത്തു പോയിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഇന്ന് പകൽക്കാലം നാം ചെവി തുറന്ന് കേൾക്കേണ്ട ആവശ്യമാണ്. കുഞ്ഞെ, നീ എഴുന്നേൽക്കുവാൻ സമയമായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഴുന്നേൽക്കാൻ സമയമായി. നമ്മളിത് അത് വായിച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിലെ 7-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: കേദാരിലെ ആടുകൾ എന്ത് ചെയ്യുക? ഒന്നിച്ചു കൂടുവാൻ സമയം. അതേ നഷ്ടങ്ങളെയൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് ലാഭമാക്കി തരുവാൻ, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം മടങ്ങി വരുവാൻ എന്ത് ചെയ്യുക? സമയമായി എന്നിവിടെ പറയുകയാണ്. നമുക്കിവിടെ കാണാം, ഈ കേദാറിന്റെ ആട്ടിൻകൂട്ടങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ പറയുമ്പോൾ നെയ്യബത്തിന്റെ ആട്ടിൻകൂട്ടത്തെ കുറിച്ചും കേദാറും ഈ നെയ്യബോത്തും ആരാണെന്ന് നാം മനസ്സിലാക്കണം. കേദാറും നെയ്യബോത്തും എന്ന് പറയുന്ന അബ്രഹാമിന്റെ മകനായ ഇസ്മായേലിന്റെ 2 തലമുറകളാണ് ഈ കേദാറും നെയ്യബോത്തും. നമുക്കറിയാം, അബ്രഹാം തൻ്റെ കുടുംബത്തിൽ നിന്ന് ഹാഗാറിനെ, സാറായുടെ വാക്ക് കേട്ട് ഹാഗാറിനെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അവൾ അനാഥമാക്കപ്പെട്ട് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് പോലും, അതായത് അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് തനിക്ക് കുറച്ച് മാത്രം ആഹാരവും വെള്ളം കൊടുത്തപ്പോൾ, പിന്നെ തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആരും കരുതാതിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ മകൾക്ക് വേണ്ടി, ഹാഗാറിന് വേണ്ടി, അവിടെ കുഞ്ഞിന് വേണ്ടി മരുഭൂമിയിലെ ഉറവകളെ തുറന്ന ദൈവമാണ്. ആ ഇസ്മായിൽ, അതായത് അബ്രഹാമിന്റെ മകനായ ഇസ്മായിലിന്റെ തലമുറകളാണ് ആരെ? കേദാറും നെയ്യബോത്തും. ഇവിടെ പറയുകയാണ്, കേദാറും നെയ്യബോത്തും എന്ത് ചെയ്യുക? ദാസിയുടെ മക്കളാണ്, ശരി. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക? ഞാൻ അവരെ എന്ത് ചെയ്യുക? എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? മഹത്വപ്പെടുത്തുമെന്നാണ് ദൈവം പറയുന്നത്. മനുഷ്യൻ ഉപേക്ഷിച്ച് കളഞ്ഞതിനെ ദൈവം എന്ത് ചേർത്ത് പിടിക്കും. മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളയുന്നതിനെ ദൈവം മടക്കി വരുത്തും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, എന്ത് ചെയ്യുക? അവരെന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ മടങ്ങി വരും. അവർ ദൈവത്തെ അറിയും. ഇന്ന് അവരെന്ത് ചെയ്യുക? അറബ് രാജ്യം മുഴുവൻ എന്ത് ചെയ്യുക? ഇസ്മായിലിന്റെ സന്തതികളാണെങ്കിൽ, ഇന്നത്തെ നമ്മൾ നോക്കുമ്പോൾ ഇസ്മായിലിന്റെ സന്തതി, പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക? വരും കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ മഹത്വമാക്കി കർത്താവ് എന്ത് ചെയ്യുക? അവരെ നിർത്തും. യെശയ്യാ പ്രവാചന പുസ്തകം 60-7 നമുക്ക് കാണുവാൻ കഴിയുന്നത് ആട്ടുകൊട്ടന്മാർ. നോക്കുക, കേദാറിലെ ആട്ടുകൂട്ടങ്ങളെല്ലാം ദൈവത്തിന്റെ അടുക്കൽ കൂടി വരും, ഒന്നിച്ച്. ഇന്നെന്ത് ചെയ്യാം? 2 ജാതികൾ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ കാണുന്നത്. ഒന്ന് ഇസ്രായേൽ രാഷ്ട്രവും മറ്റൊന്ന് ഇസ്മായിൽ രാഷ്ട്രവും തമ്മിലുള്ള ഭയങ്കര യുദ്ധമാണ് നാം കാണുന്നത്. എന്നാൽ എന്ത് ചെയ്യാം? ദൈവത്തിന്റെ രാജ്യത്തിലേക്ക്, ദൈവത്തിന്റെ രാജ്യത്തിന്റെ വക്താക്കളാക്കി ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ. അതായത് ഇവരുടെ ശത്രുക്കളെ ദൈവം എന്ത് ചെയ്യുക? 2 ശത്രുക്കൾ, അതായത് ഇസ്രായേൽ ജനം, ഇസ്മായേലിന്റെ, അതായത് അറബ് 2 രാജ്യം എന്ത് ചെയ്യുക? ഇന്ന് ശത്രുക്കളാണ്. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവർ വരുമ്പോൾ എന്ത് ചെയ്യുക? മിത്രങ്ങളായി മാറും. ദൈവത്തിന്റെ മഹത്വമായി ഇവിടെ മാറുവാനിടയാകും.
എന്നിട്ട് നയബോത്തിന്റെ ആട്ടുകൊറ്റന്മാർ നിന്നെ ശുശ്രൂഷിക്കും. അപ്പൊ നമുക്കറിയാം ഇസ്മായിലിന്റെ സന്തതികളാണല്ലോ നമ്മൾ ഈ പറയുന്ന കേദാറും നയബോത്തും. ഇവരെന്ത് ചെയ്യാ, ഇവിടെ കേദാറിന്റെ ആട്ടിൻകൂട്ടങ്ങൾ എന്ത് ചെയ്യാ, നിന്റെ അടുക്കൽ കൂടി വരും. എന്നിട്ട് നയബോത്തിന്റെ ആട്ടുകുട്ടന്മാർ എന്ത് ചെയ്യും, നിന്നെ ശുശ്രൂഷിക്കും. അവർ എന്റെ യാഗപീഠത്തിൽ എന്ത് ചെയ്യാ, സ്വീകാര്യത പകർത്തും. എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ എന്ത് ചെയ്യാം, ദൈവം ഹല്ലേലൂയ ദൈവരാജ്യത്തിലേക്ക് ഇവരെ കൂട്ടി വരുത്തും. ഇന്ന് നാം നോക്കുമ്പോൾ അസാധ്യമാ നാം പറയും അല്ലെ, ഇവരൊക്കെ എന്ന് ദൈവത്തിന് കാണാൻ പറയും. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാം, ദൈവം കൂട്ടി വരുത്തുന്ന ഒരു ദിനമുണ്ട്. ദൈവ മഹത്വമാക്കുന്ന ഒരു ദൈവമുണ്ട്. മഹത്വത്തിനായി ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ ഒരുപക്ഷെ എന്ത് ചെയ്യാം, അത് അസാധ്യമാണ്. പക്ഷെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ കേദാറ് എന്ന് പറയുന്നത് ജോർദാൻ നദിയുടെ കിഴക്ക് അറേബ്യൻ മരുഭൂമി നാടോടി ഗോത്രമാണ് ഈ കേദാർ. ഇപ്പൊ എന്ത് ചെയ്യാ, ഇവരും ഒരു ഗോത്രമാണ്. അവിടെ എന്ത് ചെയ്യാ, കന്നുകാലികൾക്കും ആടുകൾക്കുമാണ് എന്ത് ചെയ്യാ അവരറിയപ്പെടുന്നത്. അവരെന്ത് ചെയ്യാ, കന്നുകാലികൾക്കും എന്ത് ചെയ്യാ ആടുകളുമാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. നയബോത്ത് കേദാർ അതേ പ്രദേശം മറ്റൊരു നാടോടി ഗോത്രമാണ്. എന്ന് വെച്ചാൽ അബ്രഹാമിന്റെ സന്തതി ഇസ്മായിലിന്റെ തലമുറകൾ ഒരു ഗോത്രങ്ങളായി യോർദാന്റെ അക്കരെ സമയത്ത് എന്ത് ചെയ്യാ അവര് താമസിക്കുന്നു. സമ്പത്തും സമൃദ്ധിയും കൊണ്ട് എന്ത് ചെയ്യാ അനുഗ്രഹിക്കപ്പെട്ട അല്ലലിയ ഒരു പ്രവൃത്തിയാണ്, ഒരു തലമുറയാണ്. എന്താ ചെയ്യാ, അവര് ദൈവജനത്തിലേക്ക് എന്ത് ചെയ്യാ കൊണ്ടുവരും. അവര് അല്ലലിയ ഭക്തിഘട്ട ആത്മീയ ഭക്തിയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിക്കുന്ന ആരാധനയും ത്യാഗത്തെയും എന്ത് ചെയ്യുക, ആരാധനയ്ക്ക് അവർ മടങ്ങി വരുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ നയബോത്ത് എന്ന് പറയുന്ന പ്രദേശം സകലതും കൊണ്ട് സമ്പന്നമായ ഒരു രാഷ്ട്രമാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ നയബോത്ത് എന്ന് പറയുന്നത്. നമുക്ക് കാണുവാൻ കഴിയും അവസാന കാലങ്ങളിൽ എന്ത് ചെയ്യുക ആടുകളുടെയും എന്ന് പറയുന്ന ദൈവം ഇടയനും നാം ആടുകളുമാണല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് ഈ കേദാറിൽ നിന്ന് എന്ത് ചെയ്യുക ആട്ടിൻകൂട്ടിൽ ആരാധനയ്ക്കായി ദൈവം എന്ത് ചെയ്യുക ദൈവത്തിന്റെ വീണ്ടെടുത്ത സമയത്ത് എന്ത് ചെയ്യുക അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുവരുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. നമുക്കത് കാണുവാൻ കഴിയും. നമുക്ക് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇന്നത്തെ കാലഘട്ടം നാം നോക്കുമ്പോൾ നമുക്ക് അസാധ്യമാണ് അല്ലയ്യ. ഇസ്രായേൽ ജനവും ഇസ്മായിൽ തലമുറ നമ്മൾ ഒന്നിച്ചു വരുവാൻ അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരുപക്ഷെ ഒറ്റയ്ക്ക് വിശ്വാസം വരുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അവര് വരത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ എന്ത് ചെയ്യുക ദൈവം കൂട്ടി വരുന്ന ദൈവമാണ്. അകന്നു പോയതിനെ അടുപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. നഷ്ടപ്പെട്ടു പോയതിനെ കൂട്ടിച്ചേർക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എന്ത് ചെയ്യുക ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അകന്നു നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി വരുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വാസം മുന്നേറുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.